പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നെന്ന് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ന്യൂസ് 8നോട്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടമായാണ് ഇതിനെ കാണുന്നതെന്നും KJ ഷൈൻ പറഞ്ഞു. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ആണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത്. കൂടുതൽ നിങ്ങൾ ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചറെ, വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്, എങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റയ്ക്കല്ല. പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി അംഗത്വമെടുത്തവരുണ്ട്, പാർട്ടിയെ സ്നേഹിക്കുന്ന അനുഭാവികളുണ്ട്, പാർട്ടി നേതൃത്വമുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിൽ ഒരു ചെറിയ ഒരു മുന്നിലേക്ക് നിൽക്കാനുള്ള ഒരു അവസരം എനിക്ക് പാർട്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട്, പാർട്ടി മൊത്തത്തിലുണ്ട്. അപ്പോൾ അതിൽ കിട്ടിയ ഒരു അംഗീകാരത്തിന് വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട്. ഇപ്പോൾ പറവൂർ കൗൺസിലറാണ്, കഴിഞ്ഞ 3 ടേമായിട്ടാണ്. അത് UDF ഏറ്റവും പ്രാതിനിധ്യം വാർഡിൽ നിന്ന് തന്നെയാണ് ഇത് വോട്ട് മറിച്ചിട്ടുള്ളത്. അതേ ഒരു ആത്മവിശ്വാസം ഇവിടെയുമുണ്ടോ? ഉണ്ട്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പാർട്ടിയുടെ ആശയം ഉയർത്തിപ്പിടിക്കുന്നത്. അതൊരു കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പതുക്കെ മാറി വരുന്നുണ്ട്. ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒരു കരുത്ത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് 2ാം വട്ടവും ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള ഒരു മേൽക്കൈ. അങ്ങനെയുള്ളൊരു ഇടതുപക്ഷത്തിന് ഹൃദയപക്ഷമായി മാറാൻ ഈ മണ്ഡലത്തിലും കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. KSCയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള ആളാണ്. അപ്പോൾ ടീച്ചർമാരുടെ ഒരു പിന്തുണ, മൊത്തത്തിൽ അവരുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു മുൻ പരിചയം, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നുണ്ട്? ഞാൻ അധ്യാപക സംഘടനയിലുണ്ട്. അധ്യാപകരുടെ ആകെ ഒരു സപ്പോർട്ട് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്കുണ്ട്. സംഘടനയ്ക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ പൊതുവെ അധ്യാപകരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവായിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ വനിതാ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നമുക്കൊരു ബാക്ക് ബോണാണ്. അതിൽ നിന്നുകൊണ്ട് പൊതുവായി വനിതയുടെ പ്രശ്നങ്ങൾ, കുടുംബശ്രീ പ്രസ്ഥാനത്തിലാണ് നിലനിന്നിട്ടുള്ള സ്ത്രീകളുടെ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, അതുപോലെ ഹരിതസേനാംഗങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ ടീച്ചർ പറയുന്നത് കേട്ടു, ഇപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സെക്കൻഡ് സിറ്റിസൺ എന്നൊരു കൺസിഡറേഷൻ വരുന്നുണ്ട്. അതൊരു ബാരിയറായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടില്ലേ അല്ലേ? മാധ്യമങ്ങളുടെ ഇടയ്ക്കും അത് നമ്മുടെ ഒരു സമൂഹം അങ്ങനെയാണ്. പക്ഷെ കുറേ മാറ്റം വരുന്നുണ്ട്. നമ്മളൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും, ഇപ്പോൾ മീഡിയ പ്രവർത്തന രംഗത്തൊക്കെ സ്ത്രീകൾ വരാൻ തുടങ്ങിയിട്ട് അധികം കാലമായില്ലല്ലോ. എന്നാൽ ഈ മൈക്ക് പിടിച്ചുകൊണ്ട് മാത്രമല്ല, ഈ മീഡിയ നിയന്ത്രിക്കുന്ന തലത്തിലേക്കും സ്ത്രീകൾ വരണം. എല്ലാ തരത്തിലും, മീഡിയ മാത്രം ഞാനിപ്പോൾ സൂചിപ്പിച്ചുള്ളൂ, എല്ലാ തരത്തിലും നമ്മൾ ഒപ്പത്തിനൊപ്പം സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്നുള്ള അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഈ 2 കാര്യങ്ങൾ, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, ഒന്ന് അതിന്റെ സാധ്യതകൾ, രണ്ടാമത് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്, ഒരു മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അല്ല, ഇത് രണ്ടും വ്യത്യസ്തമല്ലല്ലോ. പാർട്ടി ചിഹ്നം എന്ന് പറഞ്ഞാൽ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയം, അതാണ് പാർട്ടിയുടെ ചിഹ്നം, അതാണ് പാർട്ടി ചിഹ്നം. അതും ആ പാർട്ടി ചിഹ്നം മനുഷ്യത്വത്തെ, പാർട്ടിയുടെ ആശയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നന്മയാണ്, മനുഷ്യന്റെ സമത്വമാണ്, മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ് മതനിരപേക്ഷ ആശയം, ജനാധിപത്യത്തിന്റെ ആശയം. അത് രണ്ടും ഭിന്നമല്ല, ഒറ്റ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശങ്കയ്ക്ക് യാതൊരു വഴിയില്ല, ഒരു പ്രസക്തിയുമില്ല. മറിച്ച് നമുക്ക് ഒത്തൊരുമയോടുകൂടി, സന്തോഷത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിസരം ഉണ്ടാകണം. അതുതന്നെയാണ് പാർട്ടിയുടെ ആശയം. കൂടുതലുള്ള തെരഞ്ഞെടുപ്പുകളിലും UDFന് മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് എറണാകുളം മണ്ഡലം. 2009 സിന്ധു ജോയ് പക്ഷേ വോട്ട് മറിക്കുന്നതിൽ, അതിന്റെ ഭൂരിപക്ഷത്തിൽ വരുത്തുന്ന വ്യത്യാസം, വോട്ടിൻ ശതമാനത്തിൽ നല്ല വ്യത്യാസം വരുത്തി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന് എറണാകുളം ജില്ല ചിരപരിചിതയായ ഒരാളാണ്. ടീച്ചർ മികച്ച പ്രസംഗകയാണ്.
അധ്യാപികയാണ്. സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ പാർട്ടി വേദികളിലെല്ലാം പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ടീച്ചറിന്റെ, അതായത് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു ജനകീയമായ ഒരു മുഖമാണ് ടീച്ചറിൻ്റെത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഇത് കുറച്ചുകൂടി നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. അപ്പോൾ ഈ ഒരു മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ പറഞ്ഞു. ആ രാഷ്ട്രീയ സാഹചര്യമല്ല എല്ലായ്പ്പോഴും. രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അതിന്റെ ഫലം മാറുന്നുണ്ട്. 2009 തെരഞ്ഞെടുപ്പ് നേരിട്ടൊരു സാഹചര്യമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, കേരളത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്, രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന, സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്ന, അങ്ങനെയുള്ള ഒരു അന്തസ്സായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒത്തൊരുമിക്കുന്ന ഒരു 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 തെരഞ്ഞെടുപ്പായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ എൻ്റെ പ്രതീക്ഷ പങ്കുവച്ചത്.